ഹായ് ഗൈസ്, ഞാനിന്ന് പറയാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ തന്നെ മേത്തിരി ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ്. നാലമ്പല ദർശനത്തിലെ അവസാനത്തെ ക്ഷേത്രമാണ് ഇത്. കഴിഞ്ഞ വീഡിയോയിൽ കൂടപ്പുലം ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഈ വീഡിയോയിൽ മേത്തിരി ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. ഇന്ന് പറയാൻ പോകുന്നത് മേത്തിരി ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. മേത്തിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം കുറ്റമറ്റ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ്. പ്രധാന ക്ഷേത്രം കടുപ്പമേറിയ കല്ലിൽ നിർമ്മിച്ചതും സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചതുമാണ്. ഇവിടത്തെ പ്രതിഷ്ഠ ഉച്ചവരെ ശത്രുഘ്നൻ്റെയും തുടർന്ന് സന്താനഗോപാലൻ്റെയും വിഗ്രഹമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവിടെ രാമൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവ ചേർന്ന് ദേവതകളെ ആരാധിക്കുന്നതിനുള്ള പുണ്യ തീർത്ഥാടനം, അതായത് നാലമ്പലം, ഉച്ചയ്ക്ക് മുമ്പ് പൂർത്തിയാക്കേണ്ടത്. പ്രധാന ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകളിൽ കൊത്തിവച്ചിരിക്കുന്ന രാമായണ കഥയുടെ 3D ചിത്രീകരണം വളരെ ജനപ്രിയമാണ്. എങ്ങനെ എത്തിച്ചേരാം? എറണാകുളത്ത് നിന്നും വരുന്നവർക്ക് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം വഴി അമനക്കര മേത്തിരി വഴി എത്താം. കോട്ടയത്ത് നിന്നും ഏറ്റുമാനൂർ കുറുവിലങ്ങാട് വഴി വരുന്നവർ കൂത്താട്ടുകുളം അമനക്കര മേത്തിരി വഴി അഥവാ ഏറ്റുമാനൂർ വഴി പാല, രാമപുരം, അമനക്കര വഴിയും മേത്തിരി എത്താം. 2 വഴിയുണ്ട്. ഉപദേവതകൾ: ശിവൻ, ഗണപതി, നാഗദൈവങ്ങൾ, കാക്കൂർ ഭഗവതി. കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ 91 48 22 26 42 35. മറ്റൊരു നമ്പർ 95 39 53 08 99. ഒരിക്കൽ കൂടി 91 48 22 26 42 35. രണ്ടാമത്തെ നമ്പർ 95 39 53 08 99. ഈ നമ്പർ ഞാൻ താഴെ ഒന്നുകൂടി കോൺടാക്റ്റ് ചെയ്യാനുള്ളത് താഴെ കൊടുക്കുന്നതാണ്. ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തെ ഉള്ള വഴിപാടുകൾ: നാലമ്പലത്തിലെ സർവശക്തരായ ദൈവങ്ങൾ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്നും ആശ്വാസം നൽകുന്നു. ചക്ര സമർപ്പണം, കുടുംബാർച്ചന, തൊട്ടിൽ സമർപ്പണം, ഉടയാട സമർപ്പണം, വിദ്യാഗോപാല അർച്ചന, മാംഗല്യസൂക്ത പുഷ്പാഞ്ജലി, ശത്രുസംഹാര പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്നിവയാണ് ഇവിടുത്തെ വഴിപാടുകൾ. പൂജാസമയങ്ങൾ: പുലർച്ചെ 5 മണിക്ക് നിർമാല്യം, 6 മണിക്ക് ഉഷപൂജ, തുടർന്ന് ഉച്ചപൂജ, നടയടക്കൽ രാവിലെ 9 മണി. വൈകുന്നേരം 5 മണിക്ക് നട തുറക്കൽ, 6:30 ദീപാരാധന, 7 അത്താഴപൂജ, 7:30 നടയടക്കൽ. നാലമ്പല ദർശനം ഉള്ളതുകൊണ്ട് പൂജാസമയങ്ങളിൽ മാറ്റം വരാം. ഐതിഹ്യം: ലങ്കയിലേക്കുള്ള യാത്രയിൽ ശ്രീരാമൻ വിശ്രമിച്ച സ്ഥലമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശത്രുഘ്നൻ സ്വയം തിരഞ്ഞെടുത്ത സ്ഥലമാണ് മേത്തിരി എന്നതാണ് മറ്റൊരു ഐതിഹ്യം. നിർമ്മാണം: പൂർണ്ണമായും കരിങ്കല്ലിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും മറ്റും നിർമ്മിച്ചിരിക്കുന്നത്. കേരളീയ തച്ചുശാസ്ത്രവും വാസ്തുവിദ്യയും സമന്വയിപ്പിച്ചാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. അടുത്ത വീഡിയോയിൽ എറണാകുളം ജില്ലയിലെ നാലമ്പലങ്ങളാണ് പരിചയപ്പെടുന്നത്. അത് ഒറ്റ വീഡിയോ തന്നെ ആയിരിക്കും നാലമ്പലങ്ങൾ പറയുന്നത്. അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.